എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിലെ ബാലകാണ്ഡത്തിലെ 3-ാമത്തെ സർഗത്തിലെ 31 മുതൽ 39 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ശ്ലോകത്തിലെല്ലാം തന്നെ ഉപയോഗിച്ചിരിക്കുന്നത് അനുഷ്ടുപ്പ് വൃത്തമാണ്. ഇവിടെ 39 ശ്ലോകങ്ങളെ കൊണ്ട് 3-ാമത്തെ സർഗം അവസാനിക്കുകയാണെങ്കിലും വൃത്തത്തിന് മാറ്റങ്ങളൊന്നും നടത്തിയിട്ടില്ല. ഇവിടെ അനുഷ്ടുപ്പ് വൃത്തത്തിൽ എല്ലാ കാര്യങ്ങളും സൂചിപ്പിച്ച് പോവുകയാണ് ചെയ്യണത്. നമുക്ക് 31-ാമത്തെ ശ്ലോകം നോക്കാം. അവിടെ ലങ്കയിൽ ചെന്നു, സീതയെ കണ്ടു എന്നൊക്കെ പറഞ്ഞു. അവിടെ ചെന്നിട്ട് തന്നെ പരിചയപ്പെടുത്തുകയും മറ്റുള്ള കാര്യങ്ങൾ എന്താണ് ലങ്കയിൽ വെച്ച് സംഭവിക്കുന്നത്, തിരിച്ചു വന്നിട്ട് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഇങ്ങനെ വർണ്ണിച്ച് പോവുകയാണ് ചെയ്യണത്. 31-ാമത്തെ ശ്ലോകം നോക്കൂ. അഭിജ്ഞാനപ്രദാനം ച സീതായാശ്ചാഭിഭാഷണം രാക്ഷസീതർജനം ചൈവ ത്രിജടാ സ്വപ്നദർശനം. അവിടെ വച്ചിട്ട് സീതയെ കണ്ടു, സീതയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, ശ്രീരാമൻ്റെ ദൂതനാണെന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് സീതയ്ക്ക് അഭിജ്ഞാനം കൊടുത്തു. അഭിജ്ഞാനം എന്ന് പറഞ്ഞാൽ അങ്കുലീയകം ശ്രീരാമൻ ഹനുമാൻ്റെ കയ്യിൽ കൊടുത്തയച്ചിരുന്നു. ആ അങ്കുലീയകം, രാമൻ കൊടുത്തതായ അങ്കുലീയകം സീതയ്ക്ക് കൊടുത്തു. അതാണ് അടയാളം കൊടുക്കൽ. അഭിജ്ഞാനപ്രദാനം ച സീതായാശ്ചാഭിഭാഷണം. സീതയോടും സീത തിരിച്ചും ഒക്കെ ഉള്ളതായ സംഭാഷണങ്ങൾ, സീതയും ഹനുമാനും തമ്മിലുള്ളതായ വർത്തമാനങ്ങൾ, വരാൻ പോകുന്ന ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയിട്ടുള്ള സൂചനകളൊക്കെ, അതാണ് സീതായാശ്ചാഭിഭാഷണം. രാക്ഷസീ തർജനം ചെയ്യുക. അതിനുശേഷം അശോകവനികയിൽ ഉണ്ടായിരുന്നവരായ സീതയ്ക്ക് കാവലായിട്ടിരുന്നിരുന്ന എല്ലാ രാക്ഷസിമാരെയും ഹനുമാൻ പേടിപ്പിക്കുന്നുണ്ട്. അതാണ് രാക്ഷസീ തർജനം. രാക്ഷസികളെ മുഴുവനും പേടിപ്പിച്ചു. തർജനം ചെയ്യാന്ന് വെച്ചാൽ അവിടെ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ട് അവരെ ഓടിക്കുക, പേടിപ്പിക്കുക, അതൊക്കെ ചെയ്തു. മാത്രമല്ല ത്രിജടാ സ്വപ്നദർശനം. ത്രിജട എന്ന് പറഞ്ഞാൽ വിഭീഷണൻ്റെ മകളാണ്. വിഭീഷണൻ്റെ മകള് സ്വപ്നം കാണുന്നുണ്ട് സീതയെ കൊണ്ടുപോവാൻ. ശ്രീരാമൻ വരണതും ഈ അശോകവനികയും അതുപോലെ ലങ്കാപുരിയൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കുരങ്ങൻ വരുന്നതായിട്ടുള്ള കഥകളും അതൊക്കെ അവിടെ സംഭവിക്കുന്നത്. അതാണ് ത്രിജടയുടെ സ്വപ്നം. അതാണ് ത്രിജടാ സ്വപ്നദർശനം. അതിനുശേഷം പിന്നത്തെ കാര്യങ്ങൾ, സീത തിരിച്ച് ഹനുമാൻ എന്തൊക്കെയാണ് കൊടുത്തത് എന്നുള്ളതാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത്. 32-ാമത്തെ ശ്ലോകം നോക്കൂ. മണിപ്രദാനം സീതായ വൃക്ഷഭംഗം തഥൈവ ച രാക്ഷസീ വിദ്രവം ചൈവ കിങ്കരാണാം നിബർഹണം. അതിനുശേഷം സീത ശ്രീരാമന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഹനുമാൻ്റെ ചൂടാമണി കൊടുക്കണ്ടായി. അതാണ് മണിപ്രദാനം. സീതായാഹ മണിപ്രദാനം. സീത നടത്തിയതായ മണിപ്രദാനം. കാട്ടിൽ താമസിക്കുന്നതിൻ്റെ ആ കാലഘട്ടത്തിൽ, കാട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ രാക്ഷസന്മാരെ മുഴുവനും മുച്ചൂടും മുടിപ്പിച്ചതിൻ്റെ സന്തോഷത്തിൽ ശ്രീരാമനും സീതയ്ക്കും കൂടിയിട്ട് അവിടുത്തെ മുനിമാരെല്ലാവരും കൂടി കൊടുത്തതാണ് ഈ അങ്കുലീയകം, ഈ മോതിരവും മുദ്രമോതിരവും, അതുപോലെ തന്നെ സീതയ്ക്ക് ചൂടാൻ തലയിൽ ചൂടാനുള്ളൊരു ചൂടാമണിയും. അത് രണ്ടും അവർക്ക് രണ്ടുപേർക്കും അറിയാവുന്ന 2 സുന്ദരമായിട്ടുള്ള അലങ്കാര വസ്തുക്കളാണ്. അപ്പോൾ ഒന്ന് കണ്ടാൽ ആ ആളെ, അത് ആർക്കാണോ സ്വന്തമായത് ആ ആളെ തിരിച്ചറിയാനുള്ളൊരു അടയാളം കൂടിയായിട്ടാണത് ഇവിടെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ശ്രീരാമൻ ആ അങ്കുലീയകം സീതയ്ക്ക് കൊടുത്തയച്ചതും സീത തൻ്റെ കയ്യിലിരുന്നതായ തലമുടിയിൽ ചൂടാൻ വേണ്ടിയിട്ട് മുനിമാർ കൊടുത്തതായ ചൂടാമണി ഹനുമാൻ്റെ കൈവശം ശ്രീരാമന് തിരിച്ചു കൊടുത്തയച്ചതും. അതാണ് ഇവിടെ പറയണത്. മണിപ്രദാനം സീതായ വൃക്ഷഭംഗം തഥൈവച. അതിനുശേഷം ഹനുമാൻ എന്താണ് ചെയ്തത്? വൃക്ഷങ്ങൾ മുഴുവനും കടപുഴക്കി കളഞ്ഞു, ആ ഉദ്യാനം അങ്ങോട്ട് നശിപ്പിച്ചു. അതാണ് വൃക്ഷഭംഗം തഥൈവച. അതായത് സീതയുമായിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞ സീതയ്ക്ക് വേണ്ട സന്ദേശങ്ങളൊക്കെ കൊടുത്ത് അറിയിപ്പൊക്കെ കൊടുത്തതിന് ശേഷമാണ് ആ അശോകവനിക മുഴുവനും ഇളക്കി മറിച്ചത്, തകർത്ത് മറിച്ചത്. വൃക്ഷഭംഗം തഥൈവച. അത് കണ്ടതോടു കൂടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന രാക്ഷസികൾ, ഈ സീതയുടെ കൂടെ ഉണ്ടായിരുന്ന രാക്ഷസികളൊക്കെ പേടിച്ചോടി. അതാണ് രാക്ഷസീ വിദ്രവം ചെയ്യുക. രാക്ഷസിമാരെ പേടിപ്പിച്ച് അവിടെ നിന്ന് ഓടിച്ചു വിട്ടു. മാത്രമല്ല തടയാൻ വന്നവരായ കിങ്കരന്മാർ, ഈ രാക്ഷസികളുടെ സംരക്ഷണയിലാണ് സീത അശോകവനികയിൽ ഇരുന്നിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ രാക്ഷസിമാർക്ക് പുറത്ത് കിങ്കരന്മാർ കാടിനെ കാത്തുകൊണ്ടും അവരെ എല്ലാവരെയും സംരക്ഷിച്ചുകൊണ്ടും ഉണ്ടായിരുന്നു. ഈ ഒച്ചയും ബഹളമൊക്കെ കേട്ടിട്ട് ആക്രമിക്കാൻ വന്നവരായിട്ടുള്ള കിങ്കരന്മാരെ, രാക്ഷസ കുലത്തിൽ പിറന്നവരെ, രാവണൻ്റെ കൂട്ടുകാർ ആയിട്ടുള്ള കിങ്കരന്മാരെ മുഴുവനും ഹനുമാൻ വധിച്ചു. അതാണ്
കിങ്കരാണാം നിബർഹണം. മാത്രമല്ല 33-ാമത്തെ ശ്ലോകം നോക്കൂ. ഗ്രഹണം വായുസൂനോശ്ച ലങ്കാദാഹാഭിഗർജനം പ്രതിപ്ലവനമേവാധ മധൂനാം ഹരണം തഥാ. അത് കഴിഞ്ഞ് 33-ാമത്തെ ശ്ലോകത്തിൽ പറയാണ് വായുസൂനോഹോ ഗ്രഹണം. ഇത്രയൊക്കെ തകർത്ത് ബഹളം വച്ചവനായ ആ വായുസൂനുവിനെ, വായുദേവന്റെ പുത്രനായിട്ടുള്ള ഹനുമാനെ, ശ്രീരാമന്റെ ദാസനായിട്ട് ലങ്കയിൽ വന്നു ചേർന്ന ആ ഹനുമാനെ എന്ത് ചെയ്തു? ആ രാക്ഷസന്മാരെല്ലാവരും കൂടി ചേർന്ന് കെട്ടിവരിഞ്ഞ് രാവണന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. അതാണ് ഗ്രഹണം വായുസൂനോശ്ച. അവിടെ വെച്ച് സംഭവിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഹനുമാനെ കെട്ടി അവിടെ നിന്ന്, അതായത് ഒരു ദൂതനാണ് ഇങ്ങനെ വന്ന് ഓരോന്ന് ചെയ്ത് ലങ്ക മുഴുവനും നശിപ്പിച്ചു പോകുമ്പോൾ ദൂതനായതുകൊണ്ട് വധിക്കാൻ പാടില്ല, പക്ഷേ വാലിമ തീ കൊളുത്താം എന്നുള്ള അങ്ങനെ ഒരു ശിക്ഷ. അത് ദൂതനെ വധിക്കാൻ പാടില്ല എന്നാണ് നിയമം. പക്ഷേ വധത്തിന് തുല്യമായിട്ടുള്ളൊരു പ്രവൃത്തി ചെയ്യാം. ആവശ്യമില്ലാത്ത പ്രവൃത്തികളാണല്ലോ രാജ്യത്ത് വന്ന് ചെയ്തത്. അതുകൊണ്ട് വാലിൽ തീ കൊളുത്തിയാൽ, വാലെല്ലാ മൃഗങ്ങൾക്കും വളരെ പ്രിയപ്പെട്ടതാണ്, കുരങ്ങന്മാർക്ക് വിശിഷ്യ. അതുകൊണ്ട് വാലിൽ തീ കൊടുത്താൽ എങ്ങനെയെങ്കിലുമൊക്കെ എവിടെയെങ്കിലും കിടന്ന് ചത്തുപൊക്കോളും എന്ന് വിചാരിച്ചിട്ടാണ് വാലുമ്മ തീ കൊളുത്താൻ തുണികളൊക്കെ കെട്ടിവരിഞ്ഞ് തീ കൊളുത്തിയത്. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യം ഉണ്ടായില്ല. ഹനുമാൻ ലങ്ക മുഴുവനും ചുട്ടെരിച്ചു. അതാണ് ലങ്കാഭിദഹനം, ലങ്കാദാഹാഭിഗർജനം. ലങ്ക മുഴുവനും ദഹിപ്പിച്ചു. പോരാത്തതിന് ഉറക്കെ ഗർജനങ്ങളും പുറപ്പെടുവിച്ചു. താൻ ആരാണ് എന്നുള്ളത് പ്രവൃത്തി കൊണ്ടും ശബ്ദം കൊണ്ടും ഒക്കെ രാക്ഷസന്മാർക്കൊന്ന് മനസ്സിലാക്കി കൊടുത്തു. ലങ്കാദാഹാഭിഗർജനം. അതിനുശേഷം എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെട്ടു എന്ന് മനസ്സിലായപ്പോൾ തിരിച്ചിങ്ങോട്ട് ചാടുകയും ചെയ്തു. പ്രതിപ്ലവനമേവാധ. പ്രതിപ്ലവനം എന്ന് പറഞ്ഞാൽ ആകാശമാർഗേണ തിരിച്ച് ഹനുമാൻ ലങ്കാപുരിയിൽ നിന്ന് ചാടി. അതാണ് പ്രതിപ്ലവനമേവാധ. അങ്ങനെ തിരിച്ച് ഇവർ രാമേശ്വരത്താണല്ലോ കാത്തു നിൽക്കുന്നത്, അവിടേക്ക് തിരിച്ചെത്തി. അതാണ് കഥ. മാത്രമല്ല മധൂനാം ഹരണം തഥാ. ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല മധൂനാം ഹരണം എന്നുള്ളത് കൊണ്ട് മധു ഹരിക്കുക, തേനെടുക്കുക. കാടാകെ ബഹളം വച്ച് നടന്ന് തേനൊക്കെ എടുത്ത് കുടിച്ചു എന്ന് വ്യാഖ്യാനങ്ങളിൽ കാണാനുണ്ട്. തേൻ ഭക്ഷിച്ചു. ആ യാത്രാക്ഷീണമൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് കാട്ടിലേക്ക് കയറി തേൻകൂടുകളൊക്കെ ഇളക്കി തേൻ ധാരാളം പാനം ചെയ്തു എന്ന് പറയണു. അതിനുശേഷം 34-ാമത്തെ ശ്ലോകത്തിൽ ശ്രീരാമൻ്റെ അടുത്തേക്ക് എത്തുന്ന കഥയാണ്. രാഘവാശ്വാസനം ചൈവ മണിനിര്യാതനം തഥാ സംഗമം ച സമുദ്രേണ നളസേതോശ്ച ബന്ധനം. അങ്ങനെ അവിടെ വന്നിട്ട് ശ്രീരാമനെ ആശ്വസിപ്പിച്ചു. അതാണ് രാഘവാശ്വാസനം. രാഘവനെ ഹനുമാൻ ആശ്വസിപ്പിക്കുന്നു, ശ്രീരാമനെ ആശ്വസിപ്പിക്കുന്നു. അതിനുശേഷം തന്നെ ഏൽപ്പിച്ചതായ ചൂടാമണി ശ്രീരാമന് ഹനുമാൻ കൊടുക്കണു. അതാണ് മണിനിര്യാതനം തഥാ. മണി തൻ്റെ കയ്യിൽ ശ്രീരാമന് കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തതാണ്, അത് കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം ശ്രീരാമനും സൈന്യങ്ങളും ഒക്കെ പുറപ്പെട്ട് സംഗമം ച സമുദ്രേണ സംഗമം, സമുദ്രവുമായിട്ട് സമാഗമം ഉണ്ടായി. വരുണനോട് ചിറകെട്ടാനുള്ള അനുവാദം ചോദിക്കാൻ വേണ്ടിയിട്ട് സമുദ്രവുമായിട്ട് സമുദ്രതീരത്തെത്തി. സമുദ്രതീരത്തിരുന്നു കൊണ്ട് തപസ് ചെയ്തു ശ്രീരാമൻ എന്നൊക്കെ കഥ. എന്നിട്ടോ അതിനുശേഷം സമുദ്രം വന്നില്ല, വരുണദേവൻ വന്നില്ല, പേടിപ്പിച്ചപ്പോൾ വന്നു. അങ്ങനെ ഒഴിഞ്ഞൊരു ഭാഗം കൊടുത്തു. അങ്ങനെയാണ് ചിറകെട്ടിയത് നളൻ എന്നു പേരുള്ള ഒരു വാനരനാണ്. അതാണ് നളസേതോശ്ച ബന്ധനം. അതിനുശേഷം സമുദ്രത്തിൽ ചിറകെട്ടുകയും ചെയ്തു. നളൻ എന്നു പേരുള്ള കുരങ്ങൻ ഇവിടെ നിന്ന് രാമേശ്വരത്ത് നിന്ന് ലങ്ക വരെയുള്ള ചിറ കെട്ടുകയും ചെയ്തു. എന്നിട്ട് ആ ചിറയിലൂടെ എന്ത് ചെയ്തു? അതാണ് 35-ാമത്തെ ശ്ലോകത്തിൽ പറയണത്. പ്രതാരം ച സമുദ്രസ്യ രാത്രൗ ലങ്കാവരോധനം വിഭീഷണേന സംസർഗം വധോപായ നിവേദനം. അങ്ങനെ ആ ഒരു ചിറയുടെ മുകളിൽ കൂടെ സമുദ്രം തരണം ചെയ്തു. ശ്രീരാമൻ, ലക്ഷ്മണൻ, ഹനുമാൻ, അതുപോലെ സുഗ്രീവൻ, അംഗദൻ തുടങ്ങിയിട്ടുള്ള വലിയൊരു വൻപട മുമ്പിൽ, അതിൻ്റെ പിന്നാലെ സുഗ്രീവൻ്റെ സൈന്യങ്ങൾ, ബാലിയുടെ സൈന്യങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ, അവരെല്ലാവരും കൂടി ഒരുമിച്ച് ആ ചിറയിലൂടെ മുമ്പാക്കം നടന്നു. അതിനുശേഷം രാത്രിയിലാണ് അവിടെ എത്തിയത്. അവിടെ എത്തിയപ്പോൾ ലങ്കാവരോധനം, ലങ്കയെ ചുറ്റി, ലങ്ക വളഞ്ഞു. ഈ വാനര സൈന്യം മുഴുവനും ചെന്നിട്ട് ലങ്കാപുരി, രാവണൻ താമസിക്കുന്ന കൊട്ടാരത്തിന് ചുറ്റും വളഞ്ഞു ആക്രമിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തി. മാത്രമല്ല അവിടെ വച്ചിട്ട് വിഭീഷണേന സംസർഗം, രാവണൻ്റെ അനിയനുമായിട്ടുള്ള വിഭീഷണനുമായിട്ടൊരു സംസർഗം ഉണ്ടായി ശ്രീരാമന്.
വിഭീഷണൻ അവരുടെ കുലത്തിൽ ജനിച്ചു എന്നേ ഉള്ളൂ, പക്ഷേ സ്വഭാവം കൊണ്ടൊക്കെ ശ്രീരാമനോടൊപ്പാണ്. വളരെ സാത്വികനായിട്ടുള്ളൊരു രാക്ഷസനായിരുന്നു വിഭീഷണൻ. അതുകൊണ്ട് വിഭീഷണനുമായിട്ട് കൂട്ടുകൂടിയിട്ടാണ് രാവണനെ എങ്ങനെ ഇല്ലായ്മ ചെയ്യണമെന്നുള്ള പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചത്. വിഭീഷണേന സംസർഗം മാത്രമല്ല വധോപായ നിവേദനം. രാവണനെ വധിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നുള്ളത് വിഭീഷണനാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അതായത് ഇയാളെ എത്ര പെട്ടെന്ന് വധിക്കാൻ പറ്റില്ല എന്നും ശിരസ് മുറിച്ചാൽ പുതിയൊരു ശിരസ് ഉണ്ടാവും എന്നുള്ള കഥകളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവസാനം ഉള്ളിൽ അമൃത് ഭുജിച്ചിട്ടുണ്ട്, അമൃത് എടുത്ത് കളഞ്ഞാൽ മാത്രമേ രാവണനെ വധിക്കാൻ പറ്റുള്ളൂ എന്നുള്ള കഥകളൊക്കെ വിഭീഷണനാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതാണ് വധോപായ നിവേദനം. വിഭീഷണൻ പറഞ്ഞു കൊടുക്കുന്നതായ വധോപായങ്ങൾ അത് മനസ്സിലാക്കിയെടുക്കൽ. എന്നിട്ട് അങ്ങനെ ഇവരൊക്കെ കൂടി വന്ന് ലങ്ക ചുറ്റി ലങ്ക വളഞ്ഞു എന്നറിഞ്ഞപ്പോൾ രാവണൻ എന്താണ് ചെയ്തതെന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത്. കുംഭകർണസ്യ നിധനം മേഘനാദ നിബർഹണം രാവണസ്യ വിനാശം ച സീതാവാപ്തിമരേ പുരേ. അങ്ങനെ അതിനുശേഷം രാവണന് മനസ്സിലായി, തൻ്റെ സഹോദരന്മാരെയൊക്കെ എണീപ്പിച്ചു. കുംഭകർണനൊക്കെ നല്ല ഉറക്കമായിരുന്നു. ഉറക്കത്തിൽ നിന്ന് കുംഭകർണനെയൊക്കെ എണീപ്പിച്ചിട്ട് അതിഗംഭീരമായിട്ടുള്ള യുദ്ധം നടന്നു. അതിൽ കുംഭകർണനെ വധിച്ചു. കുംഭകർണസ്യ നിധനം മേഘനാഥ നിബർഹണം. ലക്ഷ്മണൻ വന്ന മേഘനാഥനെ, ഇന്ദ്രജിത്ത് അതാണ് മറ്റൊരു പേര്, ഇന്ദ്രജിത്തിനെ ലക്ഷ്മണൻ വധിച്ചു. മേഘനാഥ നിബർഹണം. അതിനുശേഷം രാവണസ്യ വിനാശം ച, രാവണനെ ശ്രീരാമൻ വധിക്കുകയും ചെയ്തു. രാവണനെ വധിച്ചതിനു ശേഷം സീതാവാപ്തി അരേഹ്പുരേ, അരേഹേ പുരേ, അരിയുടെ പുരത്തിൽ വെച്ച്, അതായത് രാവണൻ്റെ കൊട്ടാരത്തിൽ വെച്ച് തന്നെ സീതാവാപ്തി, സീതയെ സ്വീകരിക്കുകയും ചെയ്തു. ശത്രുപുരത്തിൽ വെച്ച് സീതയെ വീണ്ടെടുക്കുകയും ചെയ്തു. അപ്പം സീത കാരണമായിട്ട് രാവണനെ ശ്രീരാമൻ വധിച്ചു എന്നർത്ഥം. എന്നിട്ട് പിന്നെന്താണ് അവിടെ ലങ്കയിൽ സംഭവിച്ചതെന്നാണ് 37-ാമത്തെ ശ്ലോകത്തിൽ പറയണത്. വിഭീഷണാഭിഷേകം ച പുഷ്പകസ്യ ച ദർശനം അയോധ്യായാശ്ച ഗമനം ഭരദ്വാജ സമാഗമം. അതിനുശേഷം ലങ്കാപുരിയിലെ രാജാവില്ലാതെയായല്ലോ. രാവണൻ കൊല്ലപ്പെട്ടതോടു കൂടിയിട്ട് അരാജകത്വം വന്നു. വേഗം തന്നെ അനുജനായിട്ടുള്ള വിഭീഷണനെ രാജാവാക്കി വാഴിച്ചു. മറ്റൊരു അനുജൻ്റെ കുംഭകർണൻ, അയാളും കൊല്ലപ്പെട്ടുല്ലോ യുദ്ധത്തിൽ. പിന്നെ വിഭീഷണൻ മാത്രമേ ബാക്കിയുള്ളൂ. വിഭീഷണനെ അവിടുത്തെ രാജാവായിട്ട് വാഴിച്ചു. അതിനുശേഷം പുഷ്പകസ്യ ച ദർശനം, പുഷ്പക വിമാനം, രാവണൻ തൻ്റെ കസ്റ്റഡിയിൽ വച്ചിരുന്നതായ പുഷ്പക വിമാനം, ശരിക്കും അത് കുബേരൻ്റെ വിമാനമാണ്. പക്ഷേ കുബേരനെ തോൽപ്പിച്ച് വിമാനം തൻ്റെ പക്കലാക്കി വച്ചിരിക്കുകയായിരുന്നു. ആ പുഷ്പക വിമാനത്തെ പോയി കണ്ടു. ശ്രീരാമന് തിരിച്ച് അയോധ്യയിലേക്ക് പോകാനുള്ളൊരു ഉപാധിയായിട്ട്, ഒരു മാർഗമായിട്ട് പിന്നെ ആ പുഷ്പക വിമാനം മാറുകയാണ് ഉണ്ടായത്. അതാണ് പുഷ്പകസ്യ ച ദർശനം അയോധ്യായാശ്ച ഗമനം. അതിനുശേഷം പുഷ്പക വിമാനത്തിലേറിയിട്ട് അയോധ്യയിലേക്ക് തിരിച്ചു പോന്നു. വരുന്ന വഴിക്ക് ഭരദ്വാജ സമാഗമം. ഏറ്റവും അധികം ഉപദേശങ്ങൾ, കാട്ടിൽ താമസിക്കുമ്പോൾ ഏറ്റവും അധികം വഴികൾ കാണിച്ചു കൊടുത്തത്, ജീവിക്കേണ്ട രീതി, അവിടെ എവിടെ ആശ്രമം കെട്ടണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത് ഭരദ്വാജൻ എന്ന പേരുള്ള മഹർഷിയാണ്. മഹർഷിയെ പോയി കണ്ടു. അതാണ് ഭരദ്വാജ സമാഗമം. എന്നിട്ട് 38-ാമത്തെ ശ്ലോകത്തിൽ പറയാണ്, പ്രേഷണം വായുപുത്രസ്യ ഭരതേന സമാഗമം രാമാഭിഷേകാഭ്യുദയം സർവസൈന്യ വിസർജനം. അപ്പോൾ വരുന്ന വഴിക്ക് താൻ അല്പം വൈകുമോ, 14 വർഷം കഴിഞ്ഞാൽ പിന്നത്തെ ദിവസം ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ച് വച്ചിരിക്കുകയാണ് ഭരതൻ. 14 വർഷം ഞാൻ രാജ്യത്തിലുണ്ടാവാം, അങ്ങക്ക് പകരം, ജ്യേഷ്ഠന് പകരം രാജാവ് എന്നുള്ള നിലയിൽ അവിടെ ഉണ്ടാവാം. പക്ഷേ 15-ാമത്തെ വർഷം തുടങ്ങണ ആദ്യത്തെ ദിവസം ഞാൻ തീയിൽ ചാടി ചാവുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ച് വച്ചിട്ടുണ്ട്. അപ്പോൾ ഭരതൻ്റെ ജീവൻ രക്ഷിക്കേണ്ടത് ശ്രീരാമൻ്റെ ചുമതലയാണെന്നുള്ളത് കൊണ്ട് ഭരതനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹനുമാനെ പറഞ്ഞയച്ചു. അതാണ് പ്രേഷണം വായുപുത്രസ്യ. അല്പം സമയം വൈകിയാലും ശ്രീരാമനും സീതയും എല്ലാവരും കൂടിയിട്ട് വരുന്നുണ്ട് എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ട് ഹനുമാനെ ആദ്യം പറഞ്ഞയച്ചു ഭരതൻ്റെ അടുത്തേക്ക്. പ്രേഷണം വായുപുത്രസ്യ. അതിനുശേഷം ഭരതേന സമാഗമം, ഭരതനുമായിട്ട് ശ്രീരാമനും സീതയുമൊക്കെ സമാഗമമുണ്ടായി. ഭരതൻ്റെ അടുത്തേക്കാണ് ആദ്യം ചെന്നത്, നന്ദിഗ്രാമത്തിൽ. അവിടെ നിന്ന് തിരിച്ച് അയോധ്യയിലേക്ക് എല്ലാവരും എത്തിച്ചേർന്നു. രാമാഭിഷേക അഭ്യുദയം, ശ്രീരാമൻ്റെ അഭിഷേകവും രാജാവായിട്ടുള്ള ശ്രീരാമൻ്റെ ഭരണവുമൊക്കെ പിന്നീട് ആരംഭിക്കുന്നു. അതിനുശേഷം എല്ലാം സ്വസ്ഥമായി എന്ന് കണ്ടപ്പോൾ സർവ്വസൈന്യ വിഭജനം, സൈന്യങ്ങളെയൊക്കെ
പിരിച്ചുവിട്ടു. അതായത് ഒരു യുദ്ധത്തിനായിരുന്നല്ലോ എല്ലാവരും ഒന്നിച്ചു കൂടിയത്. എല്ലാവരെയും താൽക്കാലികമായിട്ട് പിരിച്ചുവിട്ടു. ജോലി അതാത് സ്ഥലങ്ങളിൽ പോയി നിന്ന് പ്രവർത്തിച്ചാൽ മതി എന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന വാനര സൈന്യങ്ങളെ മുഴുവനും കിഷ്കിന്ധയിലേക്ക് തിരിച്ചയച്ചു. സുഗ്രീവൻ്റെ രാജ്യത്തിലേക്ക് തന്നെ പൊക്കോളാൻ പറഞ്ഞു. തൻ്റെ സൈന്യങ്ങളെയൊക്കെ വിവിധ ഭാഗങ്ങളിൽ വിന്യസിക്കുകയും ചെയ്തു. അതാണ് സർവ്വസൈന്യ വിസർജനം. അതിനുശേഷം പിന്നെന്താണ് ഉണ്ടായത്? അവസാനത്തെ ശ്ലോകത്തിൽ 39ാമത്തെ ശ്ലോകത്തിൽ പറയാണ്, അനാഗതം ചയത് കിഞ്ചിത് രാമസ്യ വസുധാതലേ തച്ചാകരോത്തരേ കാവ്യേ വാൽമീകിർഭഗവാൻ ഋഷി. അതിനുശേഷം അവിടെ രാജ്യമൊക്കെ വളരെ ഭംഗിയായിട്ട് ഭരിച്ചുവെങ്കിലും പിന്നീട് വരാനിരിക്കുന്ന ചില കാര്യങ്ങൾ അത് വാൽമീകിക്ക് കാണാൻ സാധിച്ചു. അത് അതുവരെ സംഭവിച്ചിട്ടില്ല എങ്കിലും അതായത് അത് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ രാമായണം എഴുതണത്. എന്നാൽ അത് മുഴുവനും നടന്നു കഴിഞ്ഞതല്ല എന്നുള്ളത് കൊണ്ട്, പക്ഷെ വരാനിരിക്കുന്ന ചില സന്ദർഭങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട്, അതാണ് അനാഗതം ചയത് കിഞ്ചിത്, ചില കാര്യങ്ങൾ വന്നു ചേർന്നിട്ടില്ല, പരിപൂർണമായിട്ടത് പ്രവൃത്തിയിൽ വന്നു കഴിഞ്ഞിട്ടില്ല, അങ്ങനെയുള്ള ചിലത് കൂടി സംഭവിച്ചത്. രാമസ്യ വസുധാതലേ അനാഗതം ചയത് കിഞ്ചിത്, രാമൻ ഭരണം തുടങ്ങിയപ്പോൾ ആ രാജ്യത്ത് ചില കാര്യങ്ങൾ സംഭവിച്ച് കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ളതായ ചില കാര്യങ്ങൾ കൂടി ഭഗവാൻ വാൽമീകി കൂട്ടിച്ചേർത്തു. അതെവിടെയാണ് ചേർത്തത്? തെച്ച അകരോത്, അതും കൂടി കൂട്ടിച്ചേർത്തെഴുതി. എവിടെ? ഉത്തരേ കാവ്യേ, ഉത്തരകാവ്യത്തിൽ, ഉത്തരകാണ്ഡം എന്ന് പറയുന്ന വാൽമീകി രാമായണത്തിൻ്റെ അവസാനത്തെ ഭാഗം, അതിൽ വാൽമീകി ഈ പറഞ്ഞ വരാൻ പോകുന്ന ചില കാര്യങ്ങളുടെ സൂചന കൂടി കൊടുത്തു എന്നാണ് ഇവിടെ പറയണത്. അതാണ് ഭഗവാൻ ഋഷി വാൽമീകി ഉത്തരേ കാവ്യേ രാമസ്യ വസുധാതലേ അനാഗതം യത് കിഞ്ചിത് അകരോത്, വരാനിരിക്കുന്നതായ ചില കഥകൾ കൂടി, വൈദേഹി പരിത്യാഗമൊക്കെയാണല്ലോ വരണത്, അങ്ങനെയുള്ള ചില ഭാഗങ്ങളൊക്കെ ഉത്തരകാണ്ഡത്തിൽ വാൽമീകി കൂട്ടിച്ചേർത്തു എന്നാണ് ഇവിടെ പറയണത്. അങ്ങനെ ഈ 3ാമത്തെ സർഗവും തീരാണ്. അടുത്ത സർഗത്തിൽ തുടർച്ചയായിട്ടുള്ള കഥാവർണ്ണനകൾ, ദശരഥൻ എന്തൊക്കെയാണ് ചെയ്തതെന്ന് 1 മുതൽ ഇങ്ങോട്ട് കഥ ആരംഭിക്കുകയാണ്. ഇന്നത്തെ ശ്ലോകങ്ങൾ നമുക്ക് ഒന്നുകൂടി ചൊല്ലി നോക്കാം. അഭിജ്ഞാനപ്രദാനം ച സീതായാശ്ചാഭിഭാഷണം രാക്ഷസീതർജനം ചൈവ ത്രിജടാസ്വപ്നദർശനം മണിപ്രദാനം സീതായാ വൃക്ഷഭംഗം തഥൈവ ച രാക്ഷസീ വിദ്രവം ചൈവ കിങ്കരാണാം നിബർഹണം ഗ്രഹണം വായുസൂനോശ്ച ലങ്കാദാഹാഭിഗർജനം പ്രതിപ്ലവനമേവാഥ മധൂനാം ഹരണം തഥാ രാഘവാശ്വാസനം ചൈവ മണിനിര്യാതനം തഥാ സംഗമം ച സമുദ്രേണ നളസേതോശ്ച ബന്ധനം പ്രതാരം ച സമുദ്രസ്യ രാത്രൗ ലങ്കാവരോധനം വിഭീഷണേന സംസർഗം വധോപായ നിവേദനം കുംഭകർണസ്യ നിധനം മേഘനാദനിവർഹണം രാവണസ്യ വിനാശം ച സീതാവാപ്തിമരേഃ പുരേ വിഭീഷണാഭിഷേകം ച പുഷ്പകസ്യ ച ദർശനം അയോധ്യായാശ്ച ഗമനം ഭരദ്വാജസമാഗമം പ്രേഷണം വായുപുത്രസ്യ ഭരതേന സമാഗമം രാമാഭിഷേകാഭ്യുദയം സർവസൈന്യവിസർജനം അനാഗതം ച യത് കിഞ്ചിത് രാമസ്യ വസുധാതലേ തച്ചാകരോത്തരേ കാവ്യേ വാൽമീകിർഭഗവാൻ ഋഷി. ഇനി വാൽമീകി ഈ കഥ മുഴുവനായിട്ട് വർണ്ണിക്കാൻ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് 4ാമത്തെ സർഗം ആരംഭിക്കുന്നത്. സുന്ദരമായിട്ടുള്ള ഈ ശ്ലോകങ്ങളെല്ലാം തന്നെ, ഈ രാമായണം മുഴുവനും ചുരുക്കി വർണ്ണിക്കുന്ന ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.